ദിവസം നാം കണ്ടതാണ്. BJP കൗൺസിലർ സുഗതനെ, കാപ്പ കേസിൽ പ്രതിയായ സുഗതനെ പിടികൂടാൻ പോലീസ് രാത്രി വീട് വളയുകയും സമാധാന അന്തരീക്ഷം തിരിച്ചുപിടിക്കാൻ ആ വീട്ടുമുറ്റത്ത് ആളുകൾ കൂടി നിൽക്കെ പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്തത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അവിടുത്തെ സമാധാന അന്തരീക്ഷം തിരിച്ചുപിടിക്കാൻ, അവിടെ ആളുകൾ കൂടുന്നത് തടയാൻ, അവിടുത്തെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസിന് തോക്ക് കയ്യിലെടുക്കേണ്ടി വന്നത്, ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നത് എന്നതായിരുന്നു ഇന്നലെ ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കമ്മീഷണർ അടക്കം പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പുതിയ സംഭവവികാസങ്ങൾ അങ്ങനെയല്ല. കെ മുരളീധരൻ ആരോഗ്യമന്ത്രി തൻ്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടന്ന ഈ വെടിവെപ്പിനെ കുറിച്ച് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുന്നത്. എന്താണ് ചെന്നിത്തലയും മുരളീധരനും തമ്മിലുള്ള ബന്ധം? ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ പകപോക്കലുകളുണ്ടോ? അതോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഉന്നയിക്കുന്നുണ്ടോ? അതാണ് തത്സമയത്തിൽ ആദ്യം പരിശോധിക്കുന്നത്. നമുക്ക് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക് ആദ്യം പോകേണ്ടതുണ്ട്. ഇന്നലെയാണ് ചെന്നിത്തല പോലീസിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ സുഗതന്റെ അറസ്റ്റിൽ മന്ത്രിസഭയിലെ പ്രമുഖരായ രണ്ടുപേരാണ് ഇപ്പോൾ നേർക്കുനേരെത്തിയിരിക്കുന്നത്. സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ആകാശത്തേക്ക് വെടിവെച്ച പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ. പരസ്യ പ്രസ്താവനയുമായി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നു. വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായെന്നും ആവശ്യമില്ലാത്ത വെടിവെച്ചയാണ് തൻ്റെ മണ്ഡലത്തിലുണ്ടായതെന്നുമാണ് മന്ത്രി പറഞ്ഞത്. അനാവശ്യമായ ആശങ്ക പോലീസ് ഉണ്ടാക്കരുതെന്നാണ് മുരളിയുടെ താക്കീതിനോട് ഇതിനോട് പ്രതികരണം. രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ഈ കെ മുരളീധരൻ്റെ താക്കീതിനോട് പ്രതികരിക്കുന്നത് എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. ആദ്യം നോക്കാം ഇക്കാര്യത്തിൽ കെ മുരളീധരൻ്റെ പ്രതികരണത്തിലേക്ക്. അതൊരു അസാധാരണത്വവും ആ കാര്യത്തിലില്ല. 10 വർഷം ഗുണ്ടകളുടെ പറുദീസയായിരുന്നു കേരളം. ഒരു കാരണവശാലും ഒരു ഗുണ്ടയെയും ജനങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല. അത് കാപ്പാപ്രതിയാണെങ്കിലും അല്ലാത്ത പ്രതികളാണെങ്കിലും അവർക്ക് നിർദാക്ഷിണ്യം പോലീസിൻ്റെ നടപടി ഉണ്ടാകും. ഗുണ്ടകളുടെ പറുദീസയായി കേരളത്തെ മാറ്റി ആ കാലം അവസാനിച്ചിരിക്കുന്നു. അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. ആരാണ് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവർ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് അത് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. സലീമേ, ഈ കെ മുരളീധരൻ പറഞ്ഞതിൽ എന്താണ് അതിൻ്റെ ധ്വനി എന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം അനാവശ്യമായ വെടിയൊച്ചയാണ് എന്ന് കെ മുരളീധരൻ പറയുന്നു. ഇത്തരത്തിലുള്ള വെടിവെപ്പ് നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് താക്കീത് കൊടുക്കുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജോഷി, കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഇത് സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയം അറിയാവുന്ന കെ മുരളീധരനും തമ്മിലുള്ള പ്രശ്നം എന്ന നിലയിലേക്ക് വേണം ഇപ്പോൾ ഇതിലെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലെ നമ്മൾ വായിച്ചെടുക്കാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കെ മുരളീധരൻ വട്ടിയൂർക്കാവ് ഒരു മന്ത്രി എന്നതിനപ്പുറത്തേക്ക് വട്ടിയൂർക്കാവ് MLA ആണ്. അതിനും അപ്പുറത്തേക്ക് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളുമാണ്. ഇപ്പോൾ ഈ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയ വട്ടിയൂർക്കാവ് CI വിപിൻ അവിടെ ഒരു ഇടതു അനുഭാവി എന്ന നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ആളാണ് എന്ന് BJP പ്രവർത്തകർക്കൊപ്പം തന്നെ കോൺഗ്രസ്സുകാർക്കും അഭിപ്രായമുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണകാലയളവിൽ പലതവണയും ഈ CI വിപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ അത് സംബന്ധിച്ചുള്ളതായിരുന്നു. അതായത് ഏറെക്കുറെ ഈ CI വിപിൻ നടത്തിയിരുന്ന ആക്ടിവിറ്റികളൊക്കെ തന്നെ ഈ CPM വേണ്ടി വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് വിപിൻ എന്നതുൾപ്പെടെയുള്ള പരാതികൾ അത് BJP പ്രവർത്തകർക്ക് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അത് CPM പ്രവർത്തകർക്കും
ഉണ്ടായിരുന്നു. ക്ഷമിക്കണം, അത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന പ്രതികരണമേ കെ മുരളീധരനെ നടത്താൻ കഴിയൂ. മാത്രമല്ല, ഈ വിഷയത്തിലും ഇപ്പോഴുണ്ടായ ഈ കൗൺസിലറെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അത് കോൺഗ്രസുകാരുടെ താല്പര്യം അല്ലാതെ CPM-കാരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത് എന്നൊരു വിമർശനമുണ്ട്. ഇൻസ്പെക്ടറായ SHO ആയ വിപിൻ പോയി അവിടെ വെടിവെച്ചതാണ് ഈ പറയുന്ന കെ മുരളീധരന്റെ ഈ പ്രതികരണത്തിന്, ശക്തമായ പ്രതികരണത്തിന്, ആഭ്യന്തര വകുപ്പിനെതിരായ പ്രതികരണത്തിന്, പരസ്യമായ പ്രതികരണത്തിന് ഏക കാരണം എന്ന് നമുക്ക് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാനാകുമോ? ഒരിക്കലുമില്ല. ഇതിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ജോഷി. അതായത് ആ പ്രാദേശിക രാഷ്ട്രീയം, വട്ടിയൂർക്കാവിൻ്റെ പ്രാദേശിക രാഷ്ട്രീയം നന്നായി അറിയാവുന്ന നേതാവ് എന്ന നിലയിൽ പോലീസിനെ പൂർണ്ണമായി ചേർത്ത് പിടിക്കാൻ കെ മുരളീധരൻ്റെ കഴിയില്ല. അത് ഈ കേസിൻ്റെ മെറിറ്റ്, ആ പ്രദേശത്തെ ഈ കേസിൻ്റെ മെറിറ്റ് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. പൊതുവിൽ സംസ്ഥാനം മൊത്തമായി ഒരു വാർത്ത എന്ന നിലയിലേക്ക് വരുമ്പോൾ സുഗതനെ, ഒരു ഗുണ്ടയായ കാപ്പ കേസിലെ പ്രതിയായ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ല തീരുമാനം എന്ന നിലയിലേക്ക് പൊതുവിലുള്ള കോൺഗ്രസ്സുകാർക്ക് വിഷയത്തെ വിലയിരുത്താമെങ്കിലും ഈ വിപിൻ ഉണ്ടാക്കി വെച്ച ഈ പോലീസ്, അവിടുത്തെ പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടാക്കിയ കേസുകൾ ഉൾപ്പെടെയുള്ളവ കെ മുരളീധരന്റെ മുൻപിലുണ്ട്. അങ്ങനെ കെ മുരളീധരനും അവിടുത്തെ പോലീസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് എന്ന നിലയിലായിരുന്നു മന്ത്രിയല്ലാത്ത കാലത്ത്, MLA അല്ലാത്ത കാലത്ത് നിന്നിരുന്നത്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഇപ്പോൾ അവിടെ അനുകൂലിക്കുമ്പോൾ, രമേശ് ചെന്നിത്തലയുടെ വകുപ്പിലെ പോലീസുകാരെ അനുകൂലിക്കുമ്പോൾ ആ നിലയിലേക്ക് കെ മുരളീധരൻ അനുകൂലിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാനത്തെ ഭരിക്കുന്ന പോലീസാണെങ്കിൽ പോലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ഈ പോലീസിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു കെ മുരളീധരനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇപ്പോഴുള്ള കേസും അതുമായി ബന്ധപ്പെട്ട് തന്നെ അത് ഏതെങ്കിലും കോൺഗ്രസുകാരുടെ താല്പര്യം കെ മുരളീധരൻ ഇങ്ങനെ പരസ്യമായി, നമുക്കറിയാമല്ലോ ഈ UDF സർക്കാർ അധികാരമേറ്റിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടെയാണ് ഈ രണ്ടു മന്ത്രിമാർ തമ്മിൽ പരസ്പരം ഒരു റിഫ്റ്റ് എന്ന് തോന്നിക്കും വിധത്തിൽ, അതിന് ഈ പറയുന്ന കാരണങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളൊക്കെ ആകാം. എന്താണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിരീക്ഷണം? കാരണം കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞത് ശരിയായി എന്നവർ കരുതുന്നുണ്ടോ? അതായത് ആഭ്യന്തരമന്ത്രിക്കെതിരെയാണ് പരസ്യമായ നിലപാട് കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് പരസ്യമായി കാണുമ്പോൾ തോന്നാം. അതിനുമപ്പുറം ഒരു പരസ്യ പ്രതികരണം വേണ്ടിയിരുന്നോ? അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ പോരായിരുന്നോ? വിപിനോട്, ഈ പറയുന്ന SHO വിപിനോട് ഏതെങ്കിലും വിധത്തിലുള്ള വിരോധം അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ട്രാൻസ്ഫറിലടക്കം പരിഹരിച്ചാൽ പോരെ എന്നൊരു തോന്നൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാകില്ലേ? UDF നേതൃത്വത്തിന് ഉണ്ടാകില്ലേ? ഈ ഭരണം തുടങ്ങി കുറച്ചു ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ രണ്ടു മന്ത്രിമാർ തമ്മിൽ പരസ്യമായ പോരിലേക്ക് എന്ന് തോന്നിപ്പിക്കും വിധം ഇത്തരത്തിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് കോൺഗ്രസ് UDF നേതൃത്വങ്ങൾക്ക് തോന്നിക്കൂടെ? ജോഷി, സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിന് അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകാം. എന്തായാലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതിന്റെ കാരണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കെ മുരളീധരൻ ഈ പ്രസ്താവന നടത്തിയത്. അത് ഡെവലപ്പ് ആകുന്നത് ഇന്ന് പകലിലാണ്. അതിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാരും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല, ഏതെങ്കിലും നിലയിൽ യോഗം ചേർന്നിട്ടില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇനി വേണം അറിയാൻ.